അവൻ തന്റെ മിത്രങ്ങളെപ്പറ്റി നിങ്ങളെ പേടിപ്പെടുത്തുകയാണ്. അവൻ തന്റെ മിത്രങ്ങളെപ്പറ്റി നിങ്ങളെ പേടിപ്പെടുത്തുകയാണ്. അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടാതെ എന്നെ ഭയപ്പെടുക. അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടാതെ എന്നെ ഭയപ്പെടുക. യുഹവ്വിഫു ഔലിയാഅഹു, ഖുർആൻ പറഞ്ഞു നിങ്ങൾ അവനെ ഭയപ്പെടേണ്ടതില്ല, പിശാചിനെയല്ല നിങ്ങൾ പേടിക്കേണ്ടത്. ഖുർആൻ പറഞ്ഞു നിങ്ങൾ അവനെ ഭയപ്പെടേണ്ടതില്ല, പിശാചിനെയല്ല നിങ്ങൾ പേടിക്കേണ്ടത്. അവൻ പേടിപ്പിക്കുന്നത് കണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, പേടിക്കേണ്ടതില്ല. നിങ്ങൾ ഭയപ്പെടേണ്ടത് എന്നെയാണ് എന്നത്രേ വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. إنما ذلكم الشيطان يخوف أولياءه فلا تخافوهم وخافوني إن كنتم مؤمنين. നിങ്ങളെ അങ്ങനെ പേടിപ്പിക്കാൻ ശ്രമിച്ചത് ശൈത്വാനാണ്. ആ ശൈത്വാനാണ് നിങ്ങളെ പേടിപ്പിക്കാൻ ശ്രമിച്ചത്, ഭയപ്പെടുത്താൻ ശ്രമിച്ചത്. യുഖവ്വിഫു ഔലിയാഹു, ആ ശൈത്വാൻ അവന്റെ മിത്രങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ പേടിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഫലാ തഖാഫൂഹും നിങ്ങൾ ആ ശൈത്വാനെയോ ശൈത്വാന്റെ മിത്രങ്ങളെയോ പേടിക്കേണ്ടതില്ല. വഖാഫൂനി, എന്നെ മാത്രം പേടിച്ചോ, എന്നെ മാത്രം ഭയപ്പെട്ടോ. ആവശ്യമില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ തന്നെ ചെയ്യുന്ന അട്ടിമറികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ നേരെ ഒരു കാലഘട്ടത്തിലും ഒരാൾക്കും ധൈര്യം വരാത്ത സംഗതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതറിയാതെ പോകരുത്, കാണാതെ പോകരുത്. വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അതിനെ നാം കാക്കുന്നതാണ്, അതിനെ നാം തന്നെ സംരക്ഷിക്കുന്നതാണ്. ഖിയാമത്ത് നാൾ വരെ അതിന്റെ വള്ളി വ്യത്യാസം വരുത്താൻ ഒരാൾക്കും കഴിയാതെ സംരക്ഷിക്കും. ഏതെങ്കിലും കേമന്മാര്, കൊമ്പന്മാര് അതിലെന്തെങ്കിലും തെറ്റുകൾ വരുത്താൻ തയ്യാറായാൽ ഉടനടി കണ്ടുപിടിക്കാൻ ഈ ലോകത്തെ റബ്ബുൽ ആലമീൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ അതും ന്യായീകരിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ജമിയത്തുൽ ഉലമക്ക് അത് ന്യായീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ ശബ്ദം ശ്രവിക്കുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ അത്തരത്തിലുള്ള ആളുകളെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ സ്നേഹം പിൻവലിക്കണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ നിങ്ങൾക്ക് റബ്ബിന്റെ കിതാബിനോട് സ്നേഹമുണ്ടോ, അല്ലാഹുവിന്റെ വചനത്തിനോട് സ്നേഹമുണ്ടോ എങ്കിൽ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പൊരുത്തമെന്നുദ്ദേശിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ ഈമാനുള്ള ഉമ്മമാരുള്ളേ, പെങ്ങന്മാരില്ലേ, സുഹൃത്തുക്കളില്ലേ, നിങ്ങൾ ഇറങ്ങണം. നാളെ മുതൽ ഇത്തരത്തിലുള്ള ആദർശവൈരികളെ പിടിച്ചുകെട്ടാൻ നമ്മുടെ കയ്യിലുള്ളത് വിശുദ്ധ ഖുർആനാണ്. നേരത്തെ ജിഹാദിനെ കുറിച്ചുള്ള വിഷയം പറഞ്ഞപ്പോ എന്റെ സുഹൃത്തോതിയില്ലേ, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറാ, വിശുദ്ധ ഖുർആൻ കൊണ്ട് ഇവരോട് ഏറ്റവും വലിയ യുദ്ധം നടത്തിക്കോ നബിയേ എന്ന് പറയുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള കള്ളന്മാരെ തൊണ്ടി സഹിതം പിടികൂടാനാണ് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം നടത്തുന്നത്. നിങ്ങളത് പഠിച്ചു വെക്കണം. അള്ളാഹുവിന്റെ ആയത്തിന് നേരെ എന്തൊരു കടന്നു കയ്യേറ്റമാണ്, എന്തൊരു കരുളറപ്പാണ്, എന്തൊരു ധൈര്യമാണത്.